السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹരണരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ സാധിക്കുക. ആ തൗഫീഖ് ഉള്ളവരായി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു തകാസുറിൻ്റെ അവസാന ഭാഗം 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പാരായണം ചെയ്തു അല്ലേ? അർത്ഥം പറഞ്ഞിരുന്നോ? വാക്കർത്ഥങ്ങൾ പറഞ്ഞു പോയി അല്ലേ? അതിന്റെ പദങ്ങളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമുക്ക് സൂറത്തൊന്ന് മൊത്തത്തിലൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. عليكم السلام ورحمة الله. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുമ്പ് എടുത്തതിന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അല്ലേ? അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോദിച്ചായിരുന്നു അൽഹാക്കും എന്നതിൻ്റെ അർത്ഥം ചോദിച്ചിരുന്നു. ഷഗലക്കും എന്നാണ് അതിൻ്റെ അറബിയിൽ മറ്റൊരു പദം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. എന്നാൽ ഷഗലക്കും എന്ന് പറയാത്ത ഒരു സൂക്ഷ്മമായ ഷഗലക്കും എന്ന് പറയുമ്പോൾ ഇല്ലാത്ത സൂക്ഷ്മമായൊരു അർത്ഥം അൽഹാക്കും എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആർക്കാ പറയാൻ പറ്റുക? എന്താണത്? ഷഗലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ വ്യാപൃതരാക്കി, നിങ്ങളെ തിരക്കിലാക്കി. അൽഹാക്കും എന്ന് പറഞ്ഞാലും നിങ്ങളെ അശ്രദ്ധയിലാക്കി, തിരക്കിലാക്കി എന്നാണ് ഷഗലക്കും അൽഹാക്കും. പക്ഷെ അൽഹാക്കും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഷഗലക്കും എന്ന് പറയാതെ അൽഹാക്കും എന്ന പദം തെരഞ്ഞെടുത്തതിൽ അതിലൊരു ഹിക്മത്തുണ്ട്. പല ഹിക്മത്തുകൾ ഉണ്ടാകും. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഹിക്മത്തുണ്ട്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താണ്? അതായത് ശരി, നിങ്ങൾ പറഞ്ഞതിന്റെ അത് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ ഇതാണോ എന്ന് പറഞ്ഞാൽ മതി. അൽഹാക്കും എന്ന് പറയുമ്പോൾ മനസ്സ് തന്നെ അതിൽ വ്യാപൃതമാവുകയാണ്. മനസ്സുകൊണ്ട് തന്നെ പൂർണ്ണമായും മനസ്സ് തന്നെ അതിലായിത്തീരുന്നതാണ് അൽഹ എന്ന് പറയാം. അൽഹ യുൽഹി എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തന്നെ ഒരാൾ പൂർണ്ണമായും എന്തായി ഒന്നിൽ ആയിത്തീര, പൂർണ്ണമായും മനസ്സ് അതിലേക്ക് കൊടുക്കുക. വേറുള്ളതിൽ നിന്നൊക്കെ അതാണ് ഇൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ, മറ്റുള്ളതിൽ നിന്നൊക്കെ അശ്രദ്ധമാവുക. അപ്പൊ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും പരലോകബോധത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിന്നൊക്കെ അശ്രദ്ധമായി പൂർണ്ണമായും മാനസികമായി ശ്രദ്ധ തന്നെ എങ്ങോട്ട് വരിക?
തക്കാസുറിലേക്ക് വരിക. അതാണ് അൽഹ എന്ന് പറയുമ്പോൾ കിട്ടുക. എന്നാൽ ഷഗല എന്ന് പറയുമ്പോൾ അർത്ഥം കിട്ടൂല. ഷഗല എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് വ്യാപൃതമാകണമെന്നില്ല ഷുഗൽ എന്ന് പറയാൻ. ഒരാൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഭൗതികമായൊരു ജോലി ചെയ്യാണ്, അയാൾ ഷഗലഹു, അയാൾ ഷുഗലാണ്. അയാൾ കൈകൊണ്ടോ കാലുകൊണ്ടോ അവയം കൊണ്ടൊക്കെ പണിയെടുക്കണ്ടാവും. പക്ഷെ അയാൾ ഇൽഹ അയാൾക്ക് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഇൽഹ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ പൂർണ്ണമായി എന്ത് ചെയ്യുക, തക്കാസുറിലേക്ക് അല്ലെങ്കിൽ എന്തിലാണോ അതിൽ വ്യാപൃതമാകണീനാണ് അൽഹ യുൽഹി ഇൽഹ എന്ന് പറയാം. ഷഗല എന്ന് പറഞ്ഞാൽ വ്യാപൃതമായാലൊക്കെ എന്തായി, കൈകൊണ്ടോ കാലുകൊണ്ടോ അവയവങ്ങളെ കൊണ്ടോ നമ്മുടെ ഒരു കാര്യത്തിൽ ഒരു പണിയിൽ ഏർപ്പെട്ടാൽ അതൊക്കെ ഷുഗല്, അതൊക്കെ ഷുഗലാണ്. മനസ്സിലായില്ലേ? അപ്പോ ഷഗലക്കും എന്ന് പറഞ്ഞാലും അൽഹാക്കും എന്ന് പറഞ്ഞാലും അർത്ഥത്തില് സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും സൂക്ഷ്മമായ പ്രയോഗം എന്താണ്, അൽഹാക്കും എന്ന് പറഞ്ഞ പ്രയോഗമാണ്. കാരണം മനസ്സ് തന്നെയും പൂർണ്ണമായും ദുനിയാവിലേക്കും അതിൽ മറ്റുള്ളവരെക്കാളും ധാരാളം ഉണ്ടാകുന്നതിലേക്കും ഒക്കെ വ്യാപൃതമാകുന്നതിനെയാണ് അള്ളാഹു എന്ത് ചെയ്തത്, ആയത്തിൽ ആക്ഷേപിച്ച് പറഞ്ഞത്. അൽഹാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൂക്ഷ്മമായ അർത്ഥം ഉണ്ട്. അതുപോലെ തക്കാസുർ എന്ന് പറഞ്ഞാൽ എന്താ തക്കാസുർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. സാധാരണ നമ്മൾ പാരമ്പര്യമായി നമ്മൾ പഠിച്ചൊരർത്ഥമുണ്ട്. എന്താ? പെരുമ നടിക്കുക. അത് മാത്രമല്ല തക്കാസുറിൽ പെടുക. പെരുമ നടുക്കുന്നതിന് മുമ്പ് അതിന്റെ മുമ്പ് ഒരു സംഗതി ഉണ്ടാവണം. മറ്റുള്ളവരെക്കാളും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് തേടുകയും ചെയ്യാം. മനസ്സിലായില്ലേ? അത് തേടുകയും ചെയ്യാം. അതിന്റെ കൂടെ എന്തുണ്ടാവും, ആ ഉള്ളെങ്കിലും ഇല്ലെങ്കിലൊക്കെ എന്ത് അതിൽ പെരുമ നടിക്കലും ഉണ്ടാകും. കൂടുതൽ ഉണ്ടെന്നുള്ള പെരുമ നടിക്കലും ഉണ്ടാവും. രണ്ടും തക്കാസുറിന്റെ അർത്ഥത്തിൽ പെടുന്നതാണ്. അതുപോലെ ജഹീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നരകം എന്നാണ്, ജഹീം. പക്ഷെ ആ ജഹീം എന്ന പദം ജുഹ്മ എന്ന് പറഞ്ഞ പദത്തിൽ നിന്നാണ് വന്നത്. ജുഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജ്വലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായത് തീജ്വാലയുടെ ശക്തിയാണ്. അതിന്റെ തീയും അതിന്റെ ചൂടും, തീജ്വാലയുടെ ചൂടും അതിന്റെ കാഠിന്യവും, അതാണ് ജുഹ്മ എന്ന് പറഞ്ഞാൽ. തീജ്വാലയുടെ അൽ ഹറാറത്തു വശിദ്ദതുഹ, ചൂടും അതിന്റെ കാഠിന്യവുമാണ് ജഹം എന്ന് പറഞ്ഞ പദത്തിന്റെ അടിസ്ഥാന അർത്ഥം. അതിൽ നിന്നാണ് എന്ത് ജുഹ്മ എന്ന് പറഞ്ഞാൽ ശിദ്ദത്തു തഅജ്ജുജിന്നാർ, തീ കത്തുന്നതിന്റെ കാഠിന്യം. അപ്പൊ തീന്റെ കാഠിന്യത്തെയും ചൂടിനെയും ഒക്കെ കുറിക്കുന്ന നാമമാണെന്ത്, ജഹീം എന്ന് പറഞ്ഞ നരകത്തിന്റെ പേര്. അതുപോലെ തന്നെ ജഹീം നരകത്തിന്റെ പേരാണ്, നരകത്തിന്റെ മൊത്തത്തിലുള്ള പേരാണ്. നരകത്തിന്റെ താഴ്വര നമ്മൾ മുമ്പ് പറഞ്ഞാണ്. നമ്മൾ ചില ആയത്തുകൾ എടുത്ത സമയത്ത് ഖുർആനിൽ വന്ന നരകത്തിന്റെ താഴ്വര എന്താ ആർക്കാ പറയാൻ പറ്റുക? അത് അടിത്തട്ട് എന്നല്ലേ, ദർക്ക്. താഴ്വരക്കൊരു പേരുണ്ട്, വൈൽ എന്നത് നാശം എന്നും മുഫസ്സിരിങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ചില മുഫസ്സിരിങ്ങൾ നരകത്തിന്റെ ഒരു താഴ്വരയാണ് എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയില്ലേ നമ്മൾ. പിന്നെ തക്കാസുർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരാൾ പരലോക രക്ഷയ്ക്ക് വേണ്ടിയല്ലാതെ അള്ളാഹു സുബ്ഹാനഹു പ്രീതി കാംക്ഷിക്കുവാൻ വേണ്ടിയല്ലാതെ ഒരാൾ എന്ത് കാര്യത്തിൽ ആധിക്യം മറ്റുള്ളവരെക്കാളും കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് അതിന്റെ പേരിലൊരാൾ അവന്റെ ജീവിത ലക്ഷ്യത്തിൽ നശ്രദ്ധയിലായാൽ അതാണ് അതിനെക്കുറിച്ച് അള്ളാഹു പറയണത് അൽഹാക്കും അത്തകാസുർ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു സൂറത്തുൽ ഹദീദിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ലഫിൽ അംവാലി വൽ ഔലാദ്. സന്താനങ്ങളിലും സമ്പത്തിലുമുള്ള തകാസുറാണ് ദുനിയാവിലെ ജീവിതം. അതിലിങ്ങനെ അധികരിപ്പിക്കലാണ് ദുനിയാവിലെ ജീവിതം. അപ്പൊ ഇങ്ങനെ ദുനിയാവിലെ ജീവിതത്തിന്റെ പിന്നാലെ മാത്രം പോയാൽ അതിങ്ങനെ കൂടും, ചിലപ്പോ കൂടാം, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും കിട്ടൂല എന്നാണ് അതിന്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അൽഹാക്കും തകാസുർ എന്ന സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് ഓതിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആദമിന്റെ പുത്രൻ പറയുന്നു എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് ആദമിന്റെ പുത്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദമിന്റെ പുത്ര, നീ കഴിച്ച് തീർത്തതും നീ ധരിച്ച് തുരുമ്പിയതും നീ സ്വതക്ക ചെയ്ത് ബാക്കിയാക്കിയതുമല്ലാതെ വേറെന്താണ് നിനക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സമാനമായ വേറെയും ഹദീസുകൾ ഉണ്ട്. അതല്ലാത്തതൊക്കെ അവൻ ജനങ്ങൾക്ക് വിട്ടേച്ച് അവൻ പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ കല്ലാ സൗഫ തഅലമൂൻ, അല്ലെ നിങ്ങൾ എന്താ കല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയല്ല നിങ്ങൾ ആകേണ്ടിയിരുന്നത്, അതാണ് കല്ല. ഇങ്ങനെയല്ലായിരുന്നു നിങ്ങൾ ആകേണ്ടിയിരുന്നത്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പണി എന്ത് ചെയ്യണമായിരുന്നു? അവസാനിപ്പിക്കണമായിരുന്നു. ഈ തകാസുറിൽ ഇൽഹാ ആവുക എന്നുള്ളത്, അല്ലെ, ദുനിയാവിൽ വിഭവങ്ങൾ അധികരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ള ലക്ഷ്യങ്ങളിൽ നിന്നും അശ്രദ്ധരായി തീരുക എന്നുള്ളത് നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് പോവുക, അതിൽ നിങ്ങൾ മാറി നിൽക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം? സൗഫ തഅലമൂൻ, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, അല്ലെ, നിങ്ങൾ അതിന്റെ പര്യവസാനം അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും പറയാം, നിങ്ങളത് അറിയുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും നിങ്ങളത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലെ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഖീനിയായ ദൃഢമായ അറിവ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അറിയും, അല്ലെ. അപ്പോ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? ദൃഢമായ അറിവ് തന്നെ നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ അറിയേണ്ട, മരിക്കുന്നതിന് മുമ്പ് ദൃഢമായ അറിവ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്നും ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതാണ് കല്ലാ ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇൽമൽ യഖീൻ, യഖീനുള്ള അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഖുത്ബ പറഞ്ഞു. സുദീർഘമായ ഖുത്ബയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പരലോകത്ത് വരാനുള്ള ഭീകരമായ പല സംഭവവികാസങ്ങളും പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു. കാരണം അത്രയും ഭീകരമാണ് പരലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്? ഇനി ഇപ്പൊ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലതറൗന്നൽ ജഹീം, സത്യം ചെയ്ത് ഞാൻ ഇതാ പറയാൻ, നിങ്ങൾ പരലോകത്ത് നരകം, ജഹീമിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ ഇവിടെ പിന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് കാഫിര്യങ്ങൾക്ക് മാത്രമാണോ അതോ മുഅ്മിനീങ്ങൾക്കും ബാധകമാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞേ കാണാൻ സാധിക്കും, അൽ ഖിതാബു ലിൽ കുഫാർ, ഈ പറഞ്ഞത് കാഫിര്യങ്ങൾക്കാണ്, കുഫാറുകൾക്കാണ്. അല്ലദീന വജബത് ലഹുമുന്നാർ, നരകം നിർബന്ധമായ അവിശ്വാസികൾക്കാണ് എന്ത് പറഞ്ഞത്? നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. വഖീല, മറ്റൊരു അഭിപ്രായം ഉണ്ടെന്താ? ഹുവ ആമുൻ, അത് എല്ലാവർക്കും ബാധകമാണ്. കമാ ഖാൽ, അല്ലാഹു പറഞ്ഞല്ലോ, വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങൾ എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരിക തന്നെ ചെയ്യും. വാരിദുഹ, വാരിദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ അടുത്ത് വരുന്നതിനാണ് വറദ എന്ന് പറയാം. പുഴയുടെ അടുത്ത് വന്നാൽ വറദ എന്ന് പറയും. വറദൻ നഹർ എന്ന് പറഞ്ഞാൽ പുഴന്റെ അടുത്ത് വന്നു. അപ്പം നരകത്തിന്റെ അടുത്ത് നിങ്ങൾ എല്ലാവരും വരിക തന്നെ ചെയ്യും എന്ന് സൂറത്തു മറിയമിന്റെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ആ വരവ് ആർക്കുണ്ട്? വിശ്വാസികൾക്കുണ്ട്, അവിശ്വാസികൾക്കുണ്ട്. എല്ലാവരും നരകം കാണും. അപ്പൊ ഈ ആയത്തിന്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. എല്ലാവരും നരകം കാണുന്ന കാഴ്ചയെ കുറിച്ചാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ബാധകമാണ്. അതല്ല, അവിശ്വാസികൾക്ക് മാത്രമാണോ ബാധകം? അവിശ്വാസികൾക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? നരകത്തിലുള്ള പ്രവേശനത്തെയാണ് ലതറൗന്നൽ ജഹീം എന്ന് പറഞ്ഞത്. അതായത് മേലെ പറഞ്ഞ തകാസുറിൽ ഏർപ്പെട്ട് പരലോകബോധം ഒക്കെ മറന്നു കളഞ്ഞ്, പടച്ചറബിനൊക്കെ മറന്നു കളഞ്ഞ് ജീവിച്ചാൽ പിന്നെ നിങ്ങൾ ലതറൗന്നൽ
ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. അപ്പൊ അത് ആരെക്കുറിച്ചാണ്? അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതല്ല, നിങ്ങൾ എല്ലാവരും നരകം കാണും എന്നാണെങ്കിൽ നരകത്തിന്റെ അടുത്തുള്ള വരവിനെ കുറിച്ച് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളൊക്കെ നരകത്തിന്റെ അടുത്ത് വരും, എന്നിട്ട് നരകം കാണും, നരകത്തെ റബ്ബ് കാണിച്ചു തരും. അപ്പോ ആ കാഴ്ചയാണ് എന്നും ഒരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നാസിയാത്തിന്റെ 36 അള്ളാഹു പറഞ്ഞതുപോലെ കാണുന്നവർക്ക് നരകം വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. പടച്ചിറപ്പ് നരകത്തെ പ്രകടമാക്കി വെളിവാക്കി നരകത്തെ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നാസിയാത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഹാദാ തഫ്സീറുൽ വഈദിൽ മുതഖദ്ദിം. അതായത് മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, നിങ്ങൾ അല്ലെ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്ത് ലതറൗന്നൽ ജഹീം എന്ന് അള്ളാഹു പറഞ്ഞത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? തവഅദഹും ബിഹാദൽ ഹാൽ, നരകത്തെ കാണുന്ന അവസ്ഥയെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുകയാണ്. വയറുയത്തുന്നാർ, അത് നരകത്തെ കാണലാണ് ആ താക്കീത്. അല്ലതി ഇദാ സഫറതൻ ഖറ കുല്ലു മലകിൻ മുഖറബിൻ വനബിയ്യിൻ മുർസലിൻ അലാ റുക്ബതൈഹി, ആ നരകത്തിന്റെ ഭീകരത കണ്ടുകൊണ്ട് പിന്നെ നിയുക്തരായ പ്രവാചകന്മാർ മുഴുവനും അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾ മുഴുവൻ സുജൂദിൽ വീഴുന്ന, മറിഞ്ഞു വീഴുന്ന അത്രയും ഭീകരമാണെന്ത് നരകം എന്ന് പറഞ്ഞാൽ. ആ നരകത്തെ മിനൽ മഹാബത്തി വൽ അളമത്തി മുആയിനത്തിൽ അഹ്വാൽ, അവിടെയുള്ള ഭീകരതകളും ഭയാനകതയും പേടിയും എല്ലാം കൊണ്ട് മലക്കുകളും പ്രവാചകന്മാരും പോലും എന്ത് ചെയ്യും? മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ സുജൂദിൽ വീഴും. ഖറ എന്ന് പറഞ്ഞാൽ വീഴുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ളതാണ് നരകം. അപ്പൊ ആ നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതാണ് എന്ത് കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞ ആയത്തിന് അള്ളാഹു എന്ത് ചെയ്താണ്? വിശദീകരിച്ചതാണ്. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നരകം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കും, നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചതാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ട്. ഇപ്പൊ പിന്നെ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്നാണല്ലോ തൊട്ട് മുമ്പത്തെ ആയത്ത്. ചില ഇമാമിയങ്ങള് ഈ ആയത്ത് ഓതുമ്പോ ഈ ആയത്തും കൂടി ചേർത്ത് ഓതലുണ്ട്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീനി ലതറൗന്നൽ ജഹീം എന്ന് ചേർത്ത് ഓതും. ചേർത്ത് ഓതാൻ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞേ കാണാൻ സാധിക്കും. ചേർത്ത് ഓതാൻ പറ്റൂല ഈ രണ്ടായത്തുകൾ തമ്മിൽ. കാരണം ചേർത്ത് ഓതിയാൽ അർത്ഥത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പോ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയാണ്. അല്ല, ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലതറൗന്നൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോ അർത്ഥം മാറിയോ? മാറിയില്ലേ? മാറി. ദൃഢമായ അറിവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നരകം കാണൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണെന്ത്? ദൃഢമായ അറിവ് നിങ്ങൾ ദുനിയാവിൽ വെച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാമായിരുന്നു എന്നാണ് ആയത്തിന്റെ ബാക്കി. അല്ലെ, നിങ്ങൾ ഈ തക്കാസുറിൽ പെട്ടുപോകില്ലായിരുന്നു എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം. അപ്പോ ഇത് നേരെ ചേർത്ത് ഓതിയാലോ? ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പൊ ദൃഢമായ അറിവ് അറിയാത്തോലും നരകം കാണൂലേ? നരകം കാണും. ദൃഢമായ അറിവ് അറിയാത്തോലും പരലോകത്ത് അതെ, ഇതനുസരിച്ച് ഇങ്ങനെ ഓതുകയാണെങ്കിൽ ഇല്ല, യഥാർത്ഥത്തിൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ദുനിയാവെന്ന് ദൃഢമായ അറിവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓലാണ് പരലോകത്ത് അനുഭവിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ചേർത്ത് ഓതുമ്പോ എന്ത് ചെയ്യും? ലതറൗന്നൽ ജഹീം എന്ന് പറഞ്ഞാൽ എന്ന ആയത്തിന്റെ അർത്ഥം എന്ത് ചെയ്യും? തെറ്റും. അർത്ഥം, തെറ്റായ അർത്ഥം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്ത് ചേർത്ത് ഓതാൻ പാടില്ല. ചേർത്ത് ഓതാൻ പാടില്ലാത്ത ആയത്തുകളാണത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് വിവരമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും, അത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുമ്മ ലതറൗന്നഹ ഐനുൽ യഖീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നിങ്ങൾ ഐനുൽ യഖീൻ, ദൃഢമായ കണ്ടുകൊണ്ടുള്ള ദൃഢത നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു യഖീൻ മൂന്ന് യഖീൻ ഉണ്ട്. അല്ലെ, യഖീൻ 3 തട്ടുണ്ട്. ഒന്നാമത്തത് ഇൽമുൽ യഖീൻ. അല്ലെ, എന്താ ഇൽമുൽ യഖീൻ? ദൃഢമായി ഒരു വിവരം നമ്മൾ കേട്ടിട്ട് അല്ലെങ്കിൽ തെളിവെടുത്തുകൊണ്ട് തെളിവിലൂടെ നമ്മളൊരു കാര്യം എന്ത് ചെയ്യുക? വിശ്വസിക്കുക. ആ കാര്യം നമ്മൾ കണ്ടിട്ടില്ല, ആ കാര്യമുണ്ട് എന്നൊരു തെളിവ് നമ്മൾ
മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ കാര്യമുണ്ട് എന്നതിന് വിശ്വസ്തനായ ഒരാളുടെ വാർത്ത സംസാരം നമ്മൾ കേട്ടു, അല്ലെ? അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ദൃഢമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാം? ഇൽമുൽ യഖീൻ. ഈ എന്താ ഐനുൽ യഖീൻ? കണ്ടുകൊണ്ട് നമ്മൾ കണ്ടിട്ടൊരു കാര്യം നമ്മൾ അംഗീകരിക്കുകയാണ്, അതിനാണ് എന്ത് പറയാ? ഐനുൽ യഖീൻ. ഇനി എന്താണ് ഹഖുൽ യഖീൻ? അനുഭവിച്ചിട്ട്, അല്ലെ? ആ കാണുക മാത്രല്ല, അത് നമ്മൾ അനുഭവിക്കുക കൂടി ചെയ്തിട്ട് നമ്മളെ കാര്യത്തെ അംഗീകരിക്കുമ്പോഴാണ് എന്ത് പറയാ? ഹഖുൽ യഖീൻ എന്ന് പറയുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ ലതറൗന്നഹ ഐനൽ യഖീൻ, ഞാൻ വീണ്ടും സത്യം ചെയ്തു പറയുകയാണ്, നിങ്ങൾ പരലോകത്ത് യഥാർത്ഥമായി തന്നെ അതിന്റെ സാക്ഷാൽ നരകത്തെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കാണും. നിങ്ങൾക്കൊരു സംശയത്തിനും വകയില്ലാത്ത വിധം നിങ്ങൾ അതിനെ കണ്ട് അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ഇത് പരലോകത്ത് കാണുന്ന നരകത്തിന്റെ ആ ഭയാനകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യാണ്? ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെ? എങ്ങനെ പരലോകത്ത് നരകം കൊണ്ടുവരാം? 70,000 ചങ്ങലകളിലായി, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നതായിരിക്കും പരലോകത്ത് നരകം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഭയാനകമായ സൃഷ്ടികളാണ്, അല്ലെ? അപ്പോ നരകത്തിന്റെ 70,000 ചങ്ങലുണ്ട്. 70,000 ചങ്ങലയിലും ഓരോ ചങ്ങലയിലും 70,000 മലക്കാണ്. അപ്പൊ എത്രയാണ് നരകത്തിന്റെ വലിപ്പം, അല്ലെ? എത്രയാണ് നരകത്തിന്റെ ഭയാനകതയും വലിപ്പവും! അത് ഭയങ്കരമായ ഒരു വല്ലാത്തൊരു എന്താണ് ശിക്ഷയുടെ ലോകം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലെ? പിന്നീട് നിങ്ങൾ പരലോകത്ത് വെച്ച് നിങ്ങൾ ദുനിയാവിൽ അനുഭവിക്കുന്ന, സുഖിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അല്ലെ? സുമ്മ ലതുസ്അലുന്ന, സഅല എന്ന് പറഞ്ഞാൽ ചോദിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു. തുസ്അലു പറഞ്ഞാൽ നീ ചോദിക്കപ്പെടുക, അല്ലെ? ലതുസ്അലുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കപ്പെടും, നിങ്ങൾ കുറെ ആളുകൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, അന്നത്തെ ദിവസം, അനിൻ നഈം, അനുഗ്രഹത്തെ കുറിച്ച്, സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഈ ആയത്തിലും മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും ബാധകമാണോ, അതല്ല അത് അവിശ്വാസികൾക്ക് മാത്രമാണോ? രണ്ടഭിപ്രായം പറഞ്ഞ മുൻഗാമികളെ, സലഫുകളെ നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അസ്സവാബു അന്നൽ മുറാദൽ മുഅ്മിനു വൽ കാഫിർ, ശരിയായ അഭിപ്രായം എന്താണ്? വിശ്വാസികളും അവിശ്വാസികളും ഈ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുമെന്നാണ്. കുല്ലുൻ യുസ്അലു അനിൻ നഈം, എല്ലാവരും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ലാകിന്നൽ കാഫിറ, ഇവിടെയാണ് വ്യത്യാസം. കാഫിറും മുഅ്മിനും ചോദ്യം ചെയ്യപ്പെടുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? അനുഗ്രഹത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ലാകിന്നൽ കാഫിറ യുസ്അലു സുആല തൗബീഖിൻ വ തഖ്രീഅ, ഒരു അവിശ്വാസി ചോദ്യം ചെയ്യപ്പെടുക അവനെ ആക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്താനും പ്രയാസപ്പെടുത്താനുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുക? അവിശ്വാസികളോട് ചോദ്യം ഉണ്ടാവുക. വൽ മുഅ്മിനു, എന്നാൽ മുഅ്മിനാകട്ടെ യുസ്അലു സുആല തദ്കീർ, മുഅ്മിനോട് ചോദ്യം ചെയ്യപ്പെടൽ എന്തിനാ? ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വിശ്വാസിയെ അല്ലാഹു എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുനിന്ന് ചോദ്യം ചെയ്യും എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാൻ സാധിക്കും. ഇമാം നഹാസ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും, ളാഹിറുൽ കലാമി യദുല്ലു അലാ അന്നഹു ആം, ആയത്തിന്റെ പ്രകടമായ അർത്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം അത് എല്ലാവർക്കും ബാധകമാണെന്നാണ്. വിശ്വാസികൾ വേർതിരിച്ച് ആയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ എല്ലാവർക്കും ബാധകമാണെന്നാണ്. കുല്ലുൻ യുസ്അലു അനിൻ നഈം, എല്ലാവരും അല്ല. വഅന്നൽ ഇൻസാന മസ്ഊലുൻ അൻ കുല്ലി നഈമിൻ തനഅമ ബിഹി ഫി ദുനിയ, ദുനിയാവിൽ അവൻ അനുഭവിച്ച, അവന് സുഖിച്ച എല്ലാ അനുഗ്രഹത്തെക്കുറിച്ചും പരലോകത്ത് മനുഷ്യൻ ചോദിക്കപ്പെടുന്നവനാണ്. മിൻ ഐന ഇക്തസബഹു, അത് എങ്ങനെയാണ് അവൻ സമ്പാദിച്ചതെന്ന് അവനോട് ചോദിക്കും ആ അനുഗ്രഹം. പിന്നെയോ വമാ ഖസദ ബിഹി, ആ അനുഗ്രഹത്തെ കൊണ്ട് അവർ എന്താണ് ലക്ഷ്യം വെച്ചത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന് ചോദിക്കും. പിന്നെന്താ ചോദിക്കുക? ഹൽ ഫഅല മാ ഗൈറുഹു ഔലാ മിൻഹു, അതുപോലെ തന്നെ അതിനേക്കാളും ഔലയായ ആ അനുഗ്രഹം കൊണ്ട് സുഖിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ അവനത് കാരണമായിട്ടുണ്ടോ എന്നും അവനോട് ചോദിക്കും എന്ന്
നഹാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാൻ സാധിക്കില്ല, തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ച് അന്ന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അൻ ശുക്രിഹി, എന്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തതിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക. അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യപ്പെടുക. കാരണം എന്താ? കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം അനുവദിച്ചു, നമുക്ക് ചെയ്യാനും അനുഭവിക്കാനും ആസ്വദിക്കാനും അനുവാദം നൽകിയിട്ട് പിന്നെ അതിനെ പേര് ശിക്ഷിക്കോ? ഇല്ല, അതൊരിക്കലും ശരിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. നല്ല ഗുണമാണോ അത്? നമ്മളൊരാൾക്ക് അനുഗ്രഹം ചെയ്യുക എന്നിട്ട് അത് അനുഭവിച്ചതിന്റെ പേര് ശിക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. പിന്നെ ഇവർ കൊടുക്കാതൊക്കെയാണ് നല്ലത്. കൊടുക്കുക എന്നിട്ട് അനുഭവിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കുക, അത് അള്ളാഹുവിന് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയോട്, അള്ളാഹുവിന്റെ കമാലിയത്തിനോട് യോജിക്കുന്ന കാര്യമല്ലത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഒരു കാര്യം അനുവദിക്കുകയും എന്നിട്ട് അത് പ്രവർത്തിച്ചതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. മറിച്ച് എന്തിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവുക? ഒന്ന് ആദ്യം പറഞ്ഞു ശുക്രിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവും, അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തോ എന്ന് ചോദ്യം ഉണ്ടാവും. രണ്ടാമത്, ആ അനുഗ്രഹം റബ്ബ് അവന് ചെയ്തു കൊടുത്തപ്പോ അവന് നിർബന്ധമാക്കിയ നിർബന്ധ ബാധ്യതകളുണ്ട്, ആ ബാധ്യതകളെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. അനുഗ്രഹം അനുഭവിച്ചപ്പോ അതിന്റെ ബാധ്യത അവൻ നിർവഹിച്ചിട്ടുണ്ടോ? അനുഗ്രഹം അനുഭവിച്ചപ്പോ അതേസമയം അവനെ ഏൽപ്പിച്ച ബാധ്യതകൾ, വാജിബുകൾ അവൻ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ അനുഗ്രഹത്തിന്റെ വിഷയത്തിൽ അവന് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് പഠിച്ചവൻ ചോദിക്കും, അതവൻ ചെയ്തിട്ടുണ്ടോ? നിഷിദ്ധമായ രൂപത്തിലേക്ക് അവൻ പോയിട്ടുണ്ടോ, അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹുവെ കുറിച്ച് ചോദിക്കും. ഹൽ ഫർറത ബിതർകി മഅ്മൂരിൻ, അവൻ എന്തെങ്കിലും കൽപ്പിക്കപ്പെട്ട കാര്യം വെടിഞ്ഞുകൊണ്ട് അവൻ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ മിൻ ഔ ഫിഅലി മഹ്ദൂരിൻ, അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യം പ്രവർത്തിച്ചുകൊണ്ട് അവൻ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചോദ്യങ്ങൾ വരിക ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ മാത്രം പഠിച്ചോ എന്ത് ചെയ്യൂല? ശിക്ഷിക്കുകയില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾക്ക് അവരനുഭവിച്ചതിന്റെ പേരിലൊക്കെ ശിക്ഷ ഉണ്ടാവും അല്ലെ? അത് അവരെ കുറ്റപ്പെടുത്താനും അവരെ വഷളാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുനിന്ന് അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ ഇതാക്കും. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് വരുമ്പോൾ സുഖാനുഗ്രഹങ്ങൾ, ആ സുഖാനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും അല്ല. അതിന്റെ കൂടെ അള്ളാഹു നിർബന്ധമാക്കിയ വാജിബാത്തുകൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നിഷിദ്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെ, ചില മുൻഗാമികൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കലാണെന്ന് തോന്നുന്നു, ഒരാള് പിന്നെ ചില ആളുകളെ കുറിച്ച് പറയപ്പെട്ടു. അവരെന്താണ്, അവര് പിന്നെ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കി പരമാവധി ഒരു ആസ്വാദനവും ഇല്ലാതെ പരമാവധി സുഖാനുഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറയണെന്ത്, പരലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഗ്രഹങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുമല്ലോ, പരമാവധി നമ്മൾ ചോദ്യം കുറക്കാൻ എന്ത് ചെയ്യുക, സുഖാനുഗ്രഹങ്ങൾ ഒഴിവാക്കാൻ. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം അഹ്മദ് ആണെന്നല്ല, വേറൊരു ഇമാമാണെന്ന് ഓർമ്മയില്ല, ഏതാണെങ്കിൽ അലിസുന്നയുടെ ഇമാമത് കേട്ടപ്പോൾ അവരെ പരിഹസിച്ച് ചിരിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് നിങ്ങൾ അനുഭവിക്കുന്നതിന് പഠിച്ചു ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? ഇതൊക്കെ ഒഴിവാക്കിയാലും നിങ്ങൾ വായു ശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്, ഇതിനെ പഠിച്ചതിനെ കുറിച്ച് പഠിച്ചു ചോദിക്കൂലേ നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ? അപ്പോ ചോദ്യം ചെയ്യപ്പെടും എന്ന് വിചാരിച്ചിട്ട് അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് എന്താ വേണ്ടത്? അനുഗ്രഹങ്ങൾ ഉപയോഗിക്കാം അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്, പക്ഷെ അതിന്റെ കൂടെ ശുക്ർ വേണം അല്ലെ. അവിടെ ഇൽഹ ഉണ്ടാകാൻ പാടില്ല, അവിടെ ശുക്ർ ഉണ്ടാകണം, അവിടെ നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കണം, നിഷിദ്ധങ്ങളിൽ മാറി നിൽക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ അനുഗ്രഹങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ഈ കാര്യത്തിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമല്ല, വിശ്വാസികളെ കൊണ്ട് കഴിയൂല. അവർ എന്തൊഴിവാക്കിയാലും എന്നാലും പടച്ചോൻ അനുഗ്രഹം നമ്മളിൽ ബാക്കിയാണ്. അതിനൊരിക്കലും പടച്ചോൻ അതിനെ തൂക്കിയാൽ പിന്നെ നമ്മൾ അമലിനൊരു വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൻ യുദ്ഖില അഹദകും അഹദൻ മിൻകുമുൽ ജന്നതു ലൻ യുദ്ഖില അഹദൻ മിൻകുമുൽ ജന്നത അമലുഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ഒരാളെയും അവന്റെ അമൽ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പൊ സ്വഹാബിയോരെ ചോല അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അമലോട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വലാ അന, ഞാനും അമലോണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലി മിൻഹു വറഹ്മ, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നെ വലയം ചെയ്താലല്ലാതെ ഞാൻ പോലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല.
അപ്പോ സുഖാനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് നമ്മൾ പരലോകത്ത് കഴിച്ചില്ലാവെന്ന് വിചാരിച്ചാൽ ആ നന്ദിന്റെ കനം കൊണ്ട് നമ്മൾ കഴിച്ചില്ലാവെന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും ആവില്ല. നമ്മൾ അങ്ങേയറ്റത്തെ വലിയ വഞ്ചനയിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളത് അല്ലെ. അള്ളാഹുവിന്റെ ഔദാര്യം പ്രതീക്ഷിക്കുക, അള്ളാഹുവിന്റെ കാരുണ്യം തേടുക, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക, അത് മാത്രമാണ് നമ്മളെ മുമ്പിലുള്ള വഴി. അതിനെക്കൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന പോലെ പടച്ചറപ്പിനെ ശുക്ർ ചെയ്ത് ജീവിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യം നമുക്ക് കിട്ടും, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടും. അള്ളാഹു ഉസ്മാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോ അതാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാൻ സാധിക്കും, ദുനിയാവിലെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിച്ച സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അന്നത്തെ ദിവസം. എന്താ ചോദിക്കുക? ഹൽ ഖുംതും ബിശുക്രിഹി, അതിനോടുള്ള നന്ദി നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? വഅദ്ദൈതും ഹഖ്ഖല്ലാഹി ഫീഹി, ആ അനുഗ്രഹത്തിന്റെ പേരിൽ ആ അനുഗ്രഹത്തിലുള്ള അള്ളാഹുവിന്റെ അവകാശം നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? വലം തസ്തഈനു ബിഹി അലാ മആസി, അവനെ ധിക്കരിക്കുന്ന വഴികളിൽ മാർഗങ്ങളിൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അതിന്റെ സഹായം തേടിയിട്ടുണ്ടോ? ഫയുനഇമകും നഈമൻ അഅലാ മിൻഹു വഅഫ്ദൽ അം ഇഗ്തറർതും ബിഹി വലം തഖൂമു ബിശുക്രിഹി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, ശുക്ർ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, ഹറാമുകൾക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിനേക്കാളും വലിയ അനുഗ്രഹവും അതിനേക്കാളും വലിയ സുഖങ്ങളും ദുനിയാവും തന്നെ പടച്ചോൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്തത്? അള്ളാഹു തരും അല്ലെ. എന്താ ഖുർആനിലെ ആയത്ത് എന്താ? ലഇൻ ശകർതും ലഅസീദന്നകും. അപ്പോ നന്ദി ചെയ്താൽ പടച്ചോൻ ദുനിയാവും തന്നെ എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു തരും. ഇപ്പൊ നാസിർ സാഗർ റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദുനിയാവ് തന്നെ നിങ്ങൾക്ക് അള്ളാഹു എന്തു ചെയ്തിരുന്നിരുന്നു? വർദ്ധിപ്പിച്ചു തരികയും ചെയ്തിരുന്നു അല്ലെ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്തത്? നിങ്ങൾ അതിന്റെ പേരിൽ വഞ്ചിതരായോ? വലം തഖൂമു ബിശുക്രിഹി, അതിന്റെ നന്ദി നിങ്ങൾ നിർവഹിക്കാതെയാണോ നിങ്ങൾ ജീവിച്ചത്? ബൽ റുബ്ബമസ്തഅൻതും ബിഹി അലാ മആസില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിക്കാൻ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചവരാണോ? അങ്ങനെയാണെങ്കിൽ ഫയുആഖിബുകും അലാ ദാലിക്, അല്ലാഹു അതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യുക എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹി ആയത്തിനെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഇമാം തിർമിദിയും ഇബ്നു ഹിബ്ബാനും എല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തിൽ അബ്ദു മിനൻ നഈം. ല്ലേ, പരലോകത്ത് വെച്ച് ഒരു അടിമ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹം, ഏത് അനുഗ്രഹത്തിന്റെ പേരിലാണ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ചോദ്യം ചെയ്യുക പരലോകത്ത്? അതാണ് പറയുന്നത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ അടിമയെ ചോദ്യം ചെയ്യാം. അൻ യുഖാല ലഹു, അവനോട് പറയപ്പെടും, അലം നുസിഹ്ഹ ലക ജിസ്മക്, നിനക്ക് ഞാൻ നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്നിട്ടില്ലേ എന്ന് ചോദിക്കും. പരലോകത്ത് അനുഗ്രഹങ്ങളിൽ നിന്ന് പടച്ചവൻ ആദ്യമായി ചോദ്യം ചെയ്യുക ഒന്നാമത്തെ എന്താ? ആരോഗ്യമാണ്. നിന്റെ ശരീരത്തിന് ഞാൻ നിനക്ക് ആരോഗ്യം തന്നിട്ടില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം കൊണ്ട് ഞാൻ നിന്റെ ദാഹം അകറ്റിയിട്ടില്ലേ എന്ന് ചോദിക്കും. തണുപ്പുള്ള വെള്ളം കൊണ്ട് ഞാൻ നിന്റെ ദാഹം അകറ്റിയിട്ടില്ലേ? ഇതാണ് പരലോകത്ത് അനുഗ്രഹങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദ്യം ചെയ്യുക. ഇതിന്റെ പേരിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അമലുകളിൽ നിന്ന് പടച്ചുറപ്പ് പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുക എന്തിനെ കുറിച്ചാ? നിസ്കാരത്തെ കുറിച്ചാണ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഇനി അടിമകൾ തമ്മിലുള്ള കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തീരുമാനാക്കുക പരലോകത്ത് ഏത് വിഷയമാണ്? അല്ല, ജനങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിൽ വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹുവിനോടുള്ള ബാധ്യതകളെ കുറിച്ചും പരലോകത്ത് ചോദ്യം ചെയ്യലും വിചാരണയും നീതി നടപ്പിലാക്കലും ഉണ്ടാവും. ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും അല്ലാഹു നീതി നടപ്പിലാക്കും. അല്ല, മറ്റൊരാളെ വധിച്ചാൽ ഹദീസിൽ കാണാൻ സാധിക്കും, പരലോകത്ത് അല്ലാഹു ആദ്യമായി തീരുമാനമാക്കുക ദിമാഇന്റെ വിഷയമാണ്. രക്തം ചിന്തിയാൽ പടച്ചറബ് പരലോകത്ത് ആദ്യം തീരുമാനമാക്കുക ജനങ്ങൾക്കിടയിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ആളുകൾ തമ്മിൽ കൊന്നതും ആളുകൾ അന്യായമായി രക്തം ചിന്തിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് പരലോകത്ത് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആദ്യമായി റബ്ബ് പരലോകത്ത് തീരുമാനമാക്കുക. അവ്വലു മാ യുഖ്ദാ അലൈഹിൽ അബ്ദ് എന്ന് കാണാൻ സാധിക്കും. പരലോകത്ത് ആദ്യമായി അല്ലാഹു വിധി പുറപ്പെടുവിക്കുക ആ വിഷയത്തിലാണ്. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച അല്പം സുദീർഘമായ ഒരു ഹദീസ് കാണാൻ സാധിക്കും.
പരലോകത്ത് മഹ്ശറിലുള്ള പിന്നെ ആ സംഭവവികാസങ്ങൾ ഇങ്ങനെ വിശദമായി പറയുന്ന ഹദീസാണ്. അതിൽ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വാക്കുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ കണ്ടുമുട്ടും പരലോകത്തുനിന്ന്. എന്നിട്ട് അല്ലാഹു ചോദിക്കും, ഐ ഫുലു, അല്ലയോ മനുഷ്യ, അലം ഉക്രിംക, ഞാൻ നിന്നെ ആദരിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കും. അല്ലേ? വ ഉസവ്വിദക, ഞാൻ നിനക്ക് നേതൃത്വം നൽകിയില്ലായിരുന്നു എന്ന് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അവരുടേതായൊരു ഭാഗത്ത് എന്തായാലും ഒരു നേതൃത്വം ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ അവന്റെ വീട്ടിലെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു നേതൃത്വം ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്ന് ചോദിക്കും. വ ഉസവ്വിജക, നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ചിട്ടില്ല എന്ന് ചോദിക്കും. വ ഉസഖിർ ലക്കൽ ഖൈല വൽ ഇബിൽ, നിനക്ക് കുതിരയും ഒട്ടകങ്ങളും ഞാൻ നിനക്ക് പിന്നെ അടിമപ്പെടുത്തി തന്നില്ലേ, കീഴ്പ്പെടുത്തി തന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ വാഹനങ്ങൾ കീഴ്പ്പെടുത്തി തന്നില്ലേ എന്ന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നിനക്ക് നിന്റെ സമൂഹത്തിൽ നേതൃത്വം ലഭിക്കാനും അതുപോലെ തന്നെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കാനും അതിൽ സുഖിച്ച് ജീവിക്കാനും ഒക്കെയുള്ള അവസരം ഞാൻ നിനക്ക് തന്നിട്ടില്ലായിരുന്നോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയോട് പരലോകത്തുനിന്ന് ചോദിക്കും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളൊക്കെ കേട്ട ഹദീസായിരിക്കും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അല്ലേ? റസൂൽ ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു പോയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, ഈ നട്ടപ്പാതിരാക്ക് എന്താ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അല്ലേ, എന്താ പറയാ, അൽ ജൂഉ, വിശന്നിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ വയറ്റിൽ ഒരു കല്ല് പിന്നെ വെച്ച് കെട്ടിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിൽ 2 കല്ല് വെച്ച് കെട്ടിയതൊക്കെ നമ്മൾ കഥ സുദീർഘമായി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അവസാനം അവർക്ക് പിന്നെ എന്ത് ചെയ്യും, ഒരു സഹാബിയുടെ വീട്ടിലേക്ക് അവർ പോകും, അവിടുന്ന് ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും. അപ്പോ അങ്ങനെ ഒരു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, വിശപ്പ് മാറി, വെള്ളം കുടിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, പരലോകത്ത് ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വിശന്ന് വലഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരൽപ്പം ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചതിന്റെ പേരിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ', വിശപ്പ് കാരണമാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. സുമ്മലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം, എന്നിട്ട് ഇപ്പൊ ഈ ഒരു അനുഗ്രഹം കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ വീട്ടിൽ തിരിച്ചു പോകണില്ലല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, ഇമാം ഇബ്നു മാജയും തിർമിദിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയപ്പോ സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഅയ്യുൻ നഈമി നുസ്അലു അൻ, എന്ത് അനുഗ്രഹത്തെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക? എന്ത് അനുഗ്രഹത്തെക്കുറിച്ചാണ്, എന്ത് സുഖാനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക? വ ഇന്നമാ ഹുമൽ അസ്വദാൻ അത്തംറു വൽ മാ, നമുക്ക് ആകെ ഉള്ളത് ഈത്തപ്പഴം വെള്ളമല്ലേ, സുഖാനുഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക അല്ലാഹുവിന്റെ റസൂലെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു സയകൂൻ, അതാണെങ്കിലും ശരി അതിന് ചോദ്യമുണ്ടാകും. ഈത്തപ്പഴം വെള്ളമാണെങ്കിലും ശരി അതിന് ചോദ്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്രയും ഭയാനകമാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ, പടച്ചറബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ ദുനിയാവിൽ ജീവിച്ചു പോയാലുള്ള ഭീകരമായ അവസ്ഥ. പിന്നെ ഈ ഒരു സൂറത്തിൽ നമുക്കിതിന്റെ തുടക്ക ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ട് തുടങ്ങണേ? അൽഹാകുമുത് തകാസുർ, അല്ലെ, എന്ന് പറഞ്ഞാ തുടങ്ങണേ? നിങ്ങളെ ദുനിയാവിന്റെ പിന്നാലെ മറ്റുള്ളവരെക്കാളും കൂടുതൽ വേണമെന്ന് ചിന്തയുമായുള്ള നിങ്ങളുടെ ഓട്ടം നിങ്ങൾ എന്താക്കിയിരിക്കുന്നു? പരലോകത്തിൽ നിന്ന് പടച്ചറബിൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, നിങ്ങൾ അതിൽ നിന്നും അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇങ്ങനെ തുടങ്ങിയാണ്. അല്ലെ, എന്നിട്ട് ആ പണി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയ പിന്നെ അനന്തരഫലം അതിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അല്ലെ, പരലോകത്ത് നിങ്ങൾ
മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പരലോകത്ത് നിങ്ങളത് എന്തായാലും കണ്ടു തന്നെ നിങ്ങൾ ബോധ്യപ്പെടേണ്ടി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ശരിക്ക് പിന്നെ ശിക്ഷക്ക് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്ത് ചെയ്യാണ്? ശരിക്കും ഒരു മനുഷ്യനെ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിർത്താൻ പറ്റിയ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന പടച്ച റബ്ബ് അവന് അനുവദിച്ച ഹലാലായ കാര്യങ്ങളിൽ അത് ആസ്വദിച്ചാൽ തന്നെ, അത് അനുഭവിക്കുമ്പോൾ, അതിന്റെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ അതിന്റെ പേരിൽ അവന് ചോദ്യമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ചോദ്യം നാളെ പരലോകത്ത് വളരെ വില പിടിച്ച ഉന്നതങ്ങളായ വലിയ അനുഗ്രഹങ്ങളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്താൻ ഇവിടെ ഈ അനുവദിക്കപ്പെട്ട സുഖാനുഗ്രഹങ്ങളിൽ വ്യാപൃതമായാൽ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ കാരണമാവും. എപ്പോ? പരലോകത്തെ കുറിച്ച് അശ്രദ്ധരായാൽ. അപ്പൊ അനുവദിക്കപ്പെട്ടതിൽ വ്യാപൃതമായാൽ തന്നെ സ്വർഗത്തിലെ വലിയ സുഖാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കിയാൽ പിന്നെ ഒരു കറാഹത്തായ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോവും? ഇല്ല. പിന്നെ ഒരു ഹറാമായ സുഖാനുഗ്രഹത്തിന്റെ പിന്നാലെ പോവോ? എന്തായാലും പോവില്ല. കാരണം അള്ളാഹു പറയുന്നത് ഹറാമോ നിഷിദ്ധമോ ആയ അനുഗ്രഹങ്ങളെ കുറിച്ചല്ല, പടച്ച റബ്ബ് അനുവദിച്ച ഹലാലായ സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് തന്നെ പരലോകത്ത് ചോദ്യം ഉണ്ടാവും എന്നാ പറയുന്നത്. ആ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ തന്നെ പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടാൻ, സ്വർഗത്തിലെ വലിയ സുഖാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാവുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിഷിദ്ധമായ സുഖാനുഗ്രഹത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്ത സുഖാനുഗ്രഹങ്ങളെ പിന്നാലെ പോവുകയാണെങ്കിലോ? അപ്പൊ ഒരിക്കലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ബോധമുള്ള, പരലോകത്ത് ചിന്തയുള്ള, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യൂല? അതിലേക്ക് പോവുകയില്ല. അപ്പൊ ഈ സൂറത്ത് പൂർണ്ണമായും ശരിക്കൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഹറാമിലേക്ക് പോയിട്ട്, കറാഹത്തിലേക്ക് പോയിട്ട് അനുവദിക്കപ്പെട്ടത് തന്നെ എന്ത് ചെയ്യില്ല? അവൻ നന്ദി ചെയ്തുകൊണ്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് നമ്മൾ ഈ സൂറത്തിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ശിക്ഷക്ക് കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കലാണ് സൂറത്തിന്റെ ലക്ഷ്യം, അല്ലെ? അത് ശരിക്കും ഈ സൂറത്തിന്റെ ഘടനയിലൂടെ പൂർണ്ണമായും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നമുക്ക് കാര്യമായും ലഭിക്കാനുള്ളത്. പരലോകത്ത് പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അല്ലെ? പലതരത്തിലുള്ള വിചാരണകളും ചോദ്യങ്ങളും പരലോകത്തുണ്ട്. അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചോദ്യമുണ്ട്, അതല്ലാതെ തന്നെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുള്ള ഓർഡർ കൃത്യമായി ഹദീസിൽ ഓർഡർ വന്നുകണോന്ന് അറിയില്ല. പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് പല ഓർഡറും പറയലുണ്ട്. നസ് അതിൽ ആദ്യം ഇതാണ്, പിന്നെ ഇതാണ്, പിന്നെ ഇതാണ്. ചിലതിലൊക്കെ ഉണ്ട് ഇന്നതിന് ശേഷമാണ് ഇത്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ എല്ലാത്തിനും പൂർണ്ണമായ ഓർഡർ അത് ഇജ്തിഹാദിയാണ്. ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറയും, ചില പണ്ഡിതന്മാർ അങ്ങനെ പറയും. അല്ലാഹു അഅലം. നമ്മൾ അടുത്ത സൂറത്തേക്ക് പോണതിന്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ, തുടക്കത്തിൽ നമ്മൾ ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഇപ്പൊ ചോദിക്കാം. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറഞ്ഞു. അതിൽ പല ഹിക്മത്തുകൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറഞ്ഞതിൽ അപ്പൊ അത് എന്താണ്? ആർക്കാ പറയാൻ കഴിയാ? എന്താണ് അതിലുള്ള അത്? അർത്ഥമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മഖബറകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞത്? തിരിച്ചിങ്ങോട്ട് വരുമോ? എങ്ങോട്ടാ വരിക? ബറക്കല്ലാഹു ഫീക്കും. തിരിച്ചെങ്ങോട്ടാണ്? പരലോകത്തേക്ക്. സിയാറത്താണ്. ഹത്താ സുർതും. സിയാറത്ത് പറഞ്ഞാൽ എന്താ? അവിടെ തങ്ങൂല, അവിടെ സന്ദർശിച്ചാൽ അവിടെ എന്തായാലും മടങ്ങും. അപ്പൊ ഖബറിൽ തങ്ങാനുള്ള സ്ഥലമല്ല, അല്ലെ? ഖബറിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോകണം? പരലോകത്തേക്ക് പോകാനുള്ള സ്ഥലമാണ് എന്ന ആശയം എന്തിനുണ്ട്? സുർത്തും എന്ന് പറഞ്ഞതിൽ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ, പറയാൻ വിട്ടുപോയ സംഭവം തോന്നണം. അതായത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
പിന്നെ ഈ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, മരണത്തെക്കുറിച്ച് ഓർക്കണം എന്ന് ഹദീസിലും ഖുർആനിലൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സുകൾ കടുത്തു പോകുന്നതിനുള്ള ചികിത്സയാണ് ശരിക്കും എന്ത്? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ, അല്ലെ? മനസ്സ് കടുത്തു പോകുക പറഞ്ഞാൽ എന്താ? മനസ്സ് കടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പടച്ചവനെ പേടിയില്ലാതെ ആവുക. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊന്നും പറയുമ്പോഴും മാനസികമായ വികാരവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക, പേടിയില്ലാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ മനസ്സിൽ വരാതിരിക്കുക, ആഗ്രഹം ഇല്ലാതിരിക്കുക. ഇതാണ് മനസ്സ് കടുത്തു പോവുക പറഞ്ഞാൽ. അതെപ്പോഴാണ് ഉണ്ടാവുക? ഈ പറഞ്ഞ ഇൽഹാ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവുക. പൂർണ്ണമായും ദുനിയാവിലായി കഴിഞ്ഞാൽ അത് പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും. റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത്, കാരണം ചിരി അധികരിപ്പിച്ചാൽ മനസ്സ് കടുക്കും, പിന്നെ എല്ലാം തമാശയായിരിക്കും. നരകത്തെക്കുറിച്ച് പറയുമ്പോഴും കാര്യബോധം ഉണ്ടാകേണ്ടടുത്ത് സീരിയസ് ആയി കാണേണ്ടത് പോലും സീരിയസ് ആയി കാണാനുള്ള മനസ്സില്ലാതെയാകും. മനസ്സിലായോ? അത് അങ്ങനെ പല കാരണങ്ങൾ. സംസാരം അധികരിപ്പിക്കുക, അതും അതിന് കാരണമാണ്. അപ്പോൾ പണ്ഡിതന്മാർ പല കാരണങ്ങൾ പറയലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സ് കടുത്തു പോകുമ്പോൾ അതിനുള്ള ചികിത്സയാണ് ശരിക്കെന്ത്? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അക്സിറു ദിക്റഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഗ്രഹങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പറഞ്ഞു. അല്ലെ? ബന്ധങ്ങൾ മുറിയുന്ന, പിന്നെ മക്കൾ യതീമായി തീരുന്ന ഒരു അവസ്ഥയാണെന്ത്? മരണം എന്ന് പറഞ്ഞാൽ. അപ്പോ അതിനെക്കുറിച്ച് ഓർക്കുക. ശരിക്ക് എന്തിനുള്ള ചികിത്സയാണ്? മനസ്സ് കടുത്തു പോകുന്നതിനുള്ള ചികിത്സയാണ്. ഇനി ഒരാൾ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടും ഒരാളെ മനസ്സ് എന്ത് ചെയ്യുന്നില്ല, മനസ്സ് ശരിയാകുന്നില്ല, ഓർമ്മയുടെ വരുന്നില്ല, പിന്നെ എന്നിട്ടും മനസ്സ് ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊരു വഴിയാണെന്ത്? പിന്നെ മരിക്കാൻ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക. മരിക്കാനായ ആളുകളെ സന്ദർശിക്കുക. മരിക്കാനായ ആളുകളെ സന്ദർശിക്കുക. മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്വാധീനം അതിലുണ്ടാകും, അല്ലെ? മരണത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് യഖീനാണ് വരുന്നത്? ഈമുൽ യഖീനാണ് വരുന്നത്. അപ്പോ പിന്നെ മരിക്കാൻ കിടക്കുന്ന രോഗികൾ, അങ്ങനെയുള്ള മരണക്കിടക്കിൽ കിടക്കുന്ന ആളെ സന്ദർശിച്ചാൽ ശരിക്കും നമുക്ക് അവിടെ മരിക്കാൻ പോകുന്ന ഒരാളെ കാണുമ്പോൾ എന്താവും? ഒരു ഐനുൽ യഖീൻ എന്ന് പറയാവുന്ന അതിന്റെ അടുത്തേക്ക് എത്താവുന്ന തരത്തിൽ മനസ്സ് സ്വാധീനിക്കപ്പെടാൻ അത് കാരണമാണ്. അങ്ങനെ തോർക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തോരക്കാം. മരണത്തുമ്പോൾ ഓല മുമ്പിൽ ഓലക്ക് വേണ്ടി അങ്ങനെ തോർക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല, അല്ലാഹു ആലം. ഇനി മൂന്നാമത്, എന്നിട്ടും ഒരാളെ മനസ്സ് ശരിയാകുന്നില്ല, എന്നിട്ടും ഒരാൾക്ക് ദുനിയാവിനോടുള്ള ഭ്രമം നീങ്ങുന്നില്ല, പരലോക ചിന്ത ഉണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ മനസ്സിനെ ചികിത്സിക്കാൻ ചെയ്യേണ്ട എന്താ? അതാണ് സിയാറത്തുൽ ഖുബൂർ. ഇന്നഹ തുദക്കിറുക്കും അൽ ആഖിറ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും. ഖബർ അടക്കുന്നതും ഖബറുകളും ഒക്കെ, ഖബറിടങ്ങളൊക്കെ സന്ദർശിച്ചാൽ ശരിക്കും നമ്മൾ അവിടെ ആകുന്ന രൂപത്തിൽ നമ്മൾ ഓർക്കണം. ആ വെക്കുന്ന മയ്യത്ത് നമ്മളാണെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മതി, മനസ്സ് തന്നാലെ നന്നാകും. അത് നമ്മളെയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പിന്നെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് മൂന്നാമതും ഒരാൾ, എന്നിട്ടും ഒരാളെ മനസ്സ് ശരിയാകുന്നില്ലെങ്കിൽ, പരലോകബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അവന്റെ മനസ്സ് നന്നാകാനുള്ള മാർഗമാണെന്ത്? ഖബർ സന്ദർശനം. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയണത്. നിങ്ങൾ ഖബർ സന്ദർശിക്കണ വരെ നിങ്ങളിത് തുടരും. കാരണം ഖബറിലെത്തിയാൽ പിന്നെ ഖബറിനേക്കാളും വലിയ ദുനിയാവ് യഖീൻ ഉണ്ടാക്കാൻ വേറൊരു മാർഗം ഇല്ല. അതുകൊണ്ട് തന്നെ ചില മുൻഗാമികൾ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. എന്തിനാണ് ആ വടി എന്നറിയോ? ഞാൻ യാത്രക്കാരനാണ് എന്ന് ഓർമ്മയാകാൻ. യാത്രക്കാരെ കയ്യിൽ എന്തുണ്ടാവും? വടി ഉണ്ടാവും.
ആസ്റ്റിക്. ഞാൻ യാത്രക്കാരനാണ് എന്ന് ഓർമ്മയാകാൻ വേണ്ടി പരലോകത്തേക്ക് സഞ്ചരിക്കുന്ന ആളാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ഭൃത്യനോട് പറയുമായിരുന്നു എന്നാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ മരണം ഉണ്ടെന്ന് എന്നെ ഓർമ്മാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുമായിരുന്നു എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് മുടി നരച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി വേണ്ടെന്ന് പറഞ്ഞു. വജാഅകുമുൻ നദീർ എന്ന ഖുർആനിൽ ആയത്തുണ്ടല്ലോ, താക്കീതുകാരൻ വന്നു എന്ന്. ആ നദീർ എന്ന ആയത്തിനെ ചില മുൻഗാമികൾ വിശദീകരിച്ചത് നരാന്നാണ്. മുടിക്ക് നര എന്നുള്ളത് താക്കീതുകാരനാണ്. മരിക്കും, പക്ഷെ അത് കൂടുതൽ കൂടുതൽ മരണസമയം എടുത്തു. റസൂൽ പറഞ്ഞില്ലേ അമാർ ഉമ്മത്തി മബൈന സിത്തീന വസബഈൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതും കൂടി ചേർത്ത് വെക്കുമ്പോൾ എന്താണ്, ഇനി അധിക കാലം എനിക്ക് ആയുസ് നീട്ടി കിട്ടിയ ആളാണെങ്കിൽ തന്നെ എനിക്ക് ഇനി അധിക കാലം ഇല്ല എന്നുള്ള ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഇനിയൊരു പ്രതീക്ഷ വെക്കാൻ വകുപ്പില്ല എന്ന് ചിന്തിക്കാൻ കാരണമാണ്. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു മുടിക്ക് നര ബാധിച്ചതിന് ശേഷം പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. ചില മുൻഗാമികൾ അവരെ ഖബറെടുക്കാനുള്ള ഖബറുകൾ കുഴിച്ചു വെക്കുമായിരുന്നു. ശരിയാണോ എന്നല്ലാഹു അലം. ഞാൻ പറഞ്ഞത് മരണത്തെ ഓർക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ പറയണം. അവർക്ക് അവര് നേരത്തെ കുഴിച്ച് വെക്കും, എന്നിട്ട് ഇടയ്ക്ക് ആ ഖബറിൽ പോയി കിടക്കും. ഇതൊക്കെ നമുക്ക് സലഫുകളുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇടയ്ക്ക് ആ ഖബറിൽ പോയി കിടക്കും മരണത്തെക്കുറിച്ച് ഓർമ്മ വരാൻ വേണ്ടി. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ആരാണ് കയ്യിസ്, ബുദ്ധിമാൻ ആരാ? അക്സറുഹും ലിൽ മൗതി ദിക്റാ, ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. മുൻഗാമികൾ നല്ല ബുദ്ധിയുള്ളവരായിരുന്നു സലഫുകൾ. അതുകൊണ്ടാണ് അവർ മരണത്തെക്കുറിച്ച് ധാരാളം ഓർത്തത്. നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർക്കൂല. അതിന് വന്ന് അതിപ്പോ അത് പറഞ്ഞല്ലേ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ കുറിച്ച് മറക്കാനാ നോക്കുക. നമ്മൾ വിഡ്ഢികളായതുകൊണ്ടാണ്. അല്ലാഹു നല്ല ബുദ്ധിയുള്ളവരാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ. ഖുർആനിൽ എത്ര സ്ഥലത്ത് പറയുന്നുണ്ടല്ലേ, ഉലുൽ അൽബാബ്, ഉലുൻ നുഹ, ഇതൊക്കെ പറഞ്ഞ ആരെ കുറിച്ചാ? നല്ല മനുഷ്യന്മാരെ കുറിച്ചാണ്. നല്ല മനുഷ്യന്മാരാണ് ശരിക്ക് ബുദ്ധിയുള്ളവർ. കാരണം അവര് എന്താ പറയാ, നമ്മൾ ശരിക്കും മഹാമണ്ടന്മാരാണ്, വലിയ വിഡ്ഢികളാണ് ശരിക്കും നമ്മൾ. ഏതുപോലെയാണ്, നമുക്കൊരു വാതിലുണ്ട്, അതാണ് തുറന്നാൽ പിന്നെ സ്വർണത്തിന്റെ കൂമ്പാരം വാതിലിന്റെ ഉള്ളിലുണ്ട്. വാതിലിന്റെ പുറത്ത് നമുക്കൊരു അപ്പകഷ്ണം കിട്ടിയിരിക്കണം, അപ്പകഷ്ണം കടിച്ചിങ്ങനെ ഇരിക്കുക വാതിൽ തുറക്കാതെ. അവനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, എനിക്കിത് മതി, ഇവിടെ ഞാൻ ഈ അപ്പകഷ്ണം മാക്സിമം ആസ്വദിച്ച് തിന്നിട്ട് എനിക്ക് ഉള്ളിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ആ പണിയാണ് നമ്മൾ എടുക്കുന്നത്. ദുനിയാവിന് പ്രാമുഖ്യം കൊടുക്കുന്നവർ ചെയ്യുന്നത് ആ പണിയാണ് അല്ലെ. ഒരു വില പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് ലൗ തസിനു ഇൻദല്ലാഹി ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ അത്ര വില പോലും ഇല്ല. മാസഖാ മിൻഹ കാഫിറൻ ശർബത മാ, ഒരു കാഫിറിന് ഒരു ഇറക്ക് വെള്ളം അല്ലാഹു കൊടുക്കുമായിരുന്നില്ല. പടച്ചവന്റെ അടുത്ത് ഒരു വിലയില്ലാത്തതാണ്. എന്നിട്ട് ഈ ദുനിയാവിന്റെ പിന്നാലെയാണ് നമ്മൾ തകാസുർ ഇൽഹാ ആയിട്ട് നടക്കുന്നത്. അപ്പൊ നമ്മളെക്കാളും വലിയ വിഡ്ഢികൾ വേറെ ആരുമില്ല. നേരെ തിരിച്ച് പരലോകത്ത് കടന്നാലോ അല്ല, അത് പരലോകം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും നമ്മൾ ദുനിയാവും ആഖിറും നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി ദുനിയാവിന്റെ നിസാരത കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ വലുപ്പും ചെറുപ്പും കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വരക്കുമല്ലോ അല്ല. ഇപ്പൊ നമ്മള് പറയാണ്, പിന്നെ ഒരു സാധനം ഇത്ര വലിപ്പമുണ്ട്, മറ്റേത് ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ നമ്മൾ പറയല്ലോ, നമ്മൾ വലിപ്പം കാണിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മള് എന്ത് സാധനം എടുത്താലും ഇപ്പൊ ഇപ്പൊ നമ്മള് ഈ ബോർഡ് എടുക്കുക, ഈ ബോർഡ് എടുത്തിട്ട് ഞാൻ പറയാണ് ഒരു പുള്ളി ഇട്ടിട്ട് ഞാൻ പറയാണ് ഇതാണ് ദുനിയാവ്, ഇതാണെന്ത് ദുനിയാവ്, ഈ ബോർഡ് ആഖിറമാണ് എന്ന് പറഞ്ഞാൽ ആ ഉപമ ശരിയാവൂല. ആ ഉപമ പോലും ശരിയാവൂല. എന്താ കാരണം? ഈ പുള്ളിന്റെ അത്രയില്ല ദുനിയാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ 70 കൊല്ലം ജീവിക്കണം, മരിച്ചു, ഖബർ കഴിഞ്ഞ് പരലോകത്തെത്തി. നമ്മളവിടെ 70 കൊല്ലാണോ ജീവിക്കുക? അല്ല. 140 ആണോ? അതിന്റെ ഇരട്ടി 250 ആണോ? അതിന്റെ ഇരട്ടിയാണോ? അപ്പൊ ദുനിയാവിൽ ജീവിച്ച കാലം പരലോകമായി തട്ടിച്ചു നോക്കുമ്പോ എന്താ ഉള്ളത്?
അത് ഒന്നുമല്ല. ഒരു പുള്ളി ഇടാൻ പോലും ഇല്ല. താരതമ്യം ചെയ്യുമ്പോൾ ഒരു പുള്ളി ഇടാൻ പോലും ഇല്ല. കാരണം അതിന് അറ്റമില്ല, അന്ത്യമില്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. മഹ്ശറിലേക്ക് ഒരു ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് ആടിനാട് അറക്കും. എന്തിനാ അറുത്തത്? മരണത്തെയാണ് അറുത്തത്. എന്നിട്ട് അല്ലാഹു പറയും ഇനി മുതൽ മരണമില്ല എന്ന് പറയും. ഇനി മുതൽ മരണമില്ല. ആ മരണമില്ലാത്ത അനന്തമായ ലോകത്തിനേക്കാൾ നമ്മൾ ദുനിയാവിന് പ്രാമുഖ്യം കൊടുക്കുകയാണ് അല്ലേ? ഇവിടുത്തെ സുഖങ്ങൾക്കും ഇവിടുത്തെ നശ്വരമായ രസങ്ങൾക്കും വേണ്ടി നമ്മൾ ആ ആഖിറത്തിനെ മറന്നു കളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ അതിവിശാലമായ കൃപ കൊണ്ട് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തരം പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ പരിഹാരവും ദൂരീകരണവും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രയാസപ്പെടുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും പ്രതാപവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ, മുസ്ലിം പേരുള്ള നമ്മുടെ സമുദായത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും സലഫിൻ്റെയും പാതയിലേക്ക് വഴി നടത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് അർഹിക്കുന്നവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب